ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിക്കോദേമോസ് എന്ന യേശുവിനെ രാത്രിയിൽ സന്ദർശിക്കുകയാണ്. ഇവിടെ നിക്കോദേമോസ് ഒരു സാധാരണക്കാരൻ ആയിരുന്നില്ല. അവന് എല്ലാം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവികളിൽ ഒന്ന്. മാത്രമല്ല, ആ യഹൂദ ജനതയുടെ മതനേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തി, സാൻഹദ്രീൻ സംഘത്തിലെ ഒരുവൻ. ആ ബുദ്ധിപരമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള നിലവാരം തീർച്ചയായിട്ടും നിക്കോദേമോസിന് ഉണ്ടായിരുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഒരുവൻ ആഗ്രഹിക്കുന്നതെല്ലാം നിക്കോദേമോസിനുണ്ടായിരുന്നു. എന്നാൽ എന്തൊക്കെയോ കുറവുള്ളതായിട്ട് അവന് അനുഭവപ്പെട്ടിരുന്നു. അതാണ് അവൻ രാത്രി യേശുവിനെ സന്ദർശിക്കുന്നത്. എന്തുകൊണ്ടാണ് രാത്രി സന്ദർശിക്കുന്നത്? കാരണം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം നമുക്കറിയാം. അത് മതനേതാക്കളിൽ വരുത്തിയ ശത്രുത നമുക്കറിയാം. ഇങ്ങനെ നിക്കോദേമോസിന് യേശുവുമായിട്ടൊരു ബന്ധമുണ്ടെന്നറിഞ്ഞാൽ നഷ്ടപ്പെടുവാനായിട്ട് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. എങ്കിലും യേശു ദൈവം അയച്ച അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് രാത്രി അവനിൽ നിന്ന് പഠിക്കുവാനായിട്ട്, അവനെ കേൾക്കുവാനായിട്ട് നിക്കോദേമോസ് വരുന്നത്. ഇവിടെ യേശുനാഥൻ അവന് നൽകുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. അതായത് ഉന്നതമായിട്ടുള്ള ധാർമ്മിക ബോധമുള്ളവനായിരുന്നു നിക്കോദേമോസ്. മാത്രമല്ല ബുദ്ധിപരമായിട്ട് ഉന്നത നിലവാരവും പുലർത്തിയിരുന്നു. എന്നാൽ അത് മാത്രം പോരാ സ്വർഗരാജ്യം സ്വന്തമാക്കുവാനെന്ന് ഇവിടെ യേശുനാഥൻ പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഉയർന്ന നിലവാരത്തിലുള്ള ധാർമ്മിക ബോധം ആവശ്യമാണ്. എങ്കിലും വീണ്ടും ജനിക്കുക എന്ന ഒരു ഉത്തരമാണ് യേശുനാഥൻ നൽകുക. വീണ്ടും ജനിക്കുക എന്നാൽ ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഇഷ്ടം അറിയുക, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കുള്ള വെല്ലുവിളിയും, നാമും ഒത്തിരിയേറെ ദൈവശാസ്ത്രവും അല്ലെങ്കിൽ ഒത്തിരിയേറെ മതപരമായിട്ടുള്ള കുദാശകളും കർമ്മങ്ങളുമെല്ലാം അനുഷ്ഠിക്കുന്നവരാണ്, പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്. എന്നാൽ ഇതെല്ലാം തീർച്ചയായിട്ടും നല്ലതാണ്. എങ്കിലും യഥാർത്ഥമായിട്ട് ദൈവത്തെ എനിക്ക് അറിയാമോ എന്നതാണ് അവസാനത്തെ ചോദ്യമെന്ന് പറയുന്നത്. ഇതാണ് നമ്മെ ജീവനിലേക്ക് നയിക്കുന്നത്.